നമസ്കാരം മലയാളി വാർത്തയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയിരിക്കുകയാണ്. ചില വീടുകളടക്കം വലിയ രീതിയിൽ പരിശോധന നടത്തിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയൻ അദ്ദേഹം തിരുവനന്തപുരത്തെ വാടക വീട്ടിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്നു. അതിനുശേഷം പരിശോധന അടക്കം നടക്കുന്നു. മണിക്കൂറുകളോളം നീണ്ട പരിശോധന. പിന്നാലെ പ്രവർത്തകരൊക്കെ ഐക്യദാർഢ്യം അറിയിച്ച് വീടിന് പുറത്തെത്തുന്നു. ഈ ED പരിശോധന കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണം, അപ്രതീക്ഷിതമായി ഉണ്ടായ ആക്രമണം, വാഹനം അടിച്ച് തകർക്കൽ, അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായതാണ്. അതിൽ ഒരുപാട് CPM പ്രവർത്തകർ പ്രതിയായി. പലരും ദിവസങ്ങളോളം ജയിലിൽ കിടന്നു. ഇടയ്ക്ക് അവർക്ക് ജാമ്യം കിട്ടി പുറത്തിറങ്ങി. വലിയ വിമർശനത്തിലേക്ക് നയിക്കപ്പെട്ട ഒന്നുകൂടിയായിരുന്നു അന്ന് നടന്ന EDക്ക് നേരെ നടന്ന ആക്രമണം. എന്തായാലും ഇത്തവണ ED ഇത്തരത്തിൽ പരിശോധന നടത്തുമ്പോൾ വളരെ കരുതലോടെയാണ് CPM പ്രവർത്തകർ ഒന്നടങ്കം സ്റ്റെപ്പുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരിക്കൽ സംഭവിച്ച അബദ്ധം ഇനി സംഭവിക്കരുത് എന്ന വ്യക്തമായ ധാരണയോടെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. റെയ്ഡ് പൂർത്തിയാക്കി ED സംഘം മടങ്ങിയിട്ടും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ നിഖിൽ തയ്യാറായില്ല. നിഖിലിന്റെ വീട്ടിലും ED പരിശോധന നടത്തിയിരുന്നു. CPM നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം EDയുടെ എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി നൽകിയെന്നും കൂടുതലൊന്നും വിശദീകരിക്കാൻ കഴിയില്ലെന്നുമായിരുന്നു DYFI വെസ്റ്റ് ഹിൽ മേഖലാ ജോയിന്റ് സെക്രട്ടറി നന്ദുലാൽ പറഞ്ഞത്. നന്ദുലാലിന്റെ എടക്കാട് സരോവരത്തെ CKC ദന്തലിന്റെ ഓഫീസ്, ഉടമ ഷൈജലിന്റെ പൊറ്റമ്മലിലെ ഫ്ളാറ്റ്, കാരപ്പറമ്പിലെ ഫെബിഷ് മുഹമ്മദിന്റെ വീട്, പന്തീരങ്കാവിലെ ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ് എന്നിവിടങ്ങളിലെ റെയ്ഡ് നടത്തിയിരുന്നു. 4 മണിയോടെയാണ് റെയ്ഡ് അവസാനിച്ചത്. P നിഖിലിന്റെയും വാരിഷ് കളത്തിങ്കലിന്റെയും വീട്ടിലെ റെയ്ഡ് മാത്രമാണ് നീണ്ടുപോയത്. എന്തായാലും കരുതലോടെ മുന്നോട്ട് പോവുകയാണ്. പ്രതികരണം പോലും സൂക്ഷിച്ചാണ് നടത്തിയിരിക്കുന്നത്. മറ്റ് സംഭവങ്ങളൊന്നും ഉണ്ടാകരുത്, ഒരു വാക്കുപിഴ പോലും ഉണ്ടാകരുതെന്ന നിശ്ചയദാർഢ്യത്തോടെ തന്നെയാണ് ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് CPM പ്രവർത്തകർ വളരെ ജാഗ്രതയോടെ ആയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ റെയ്ഡുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിട്ടുണ്ട്. എന്താണ് അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് നോക്കാം. CPMനെ കടന്നാക്രമിക്കാനാണ് ശ്രമമെന്നും പുകമറ സൃഷ്ടിച്ച് പാർട്ടി വിരുദ്ധ മനസ്സ് രൂപപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുവെന്നും MV ഗോവിന്ദന്റെ ആരോപണം. ഇതിനെ പാർട്ടി ശക്തമായി പ്രതിരോധിക്കും. മുഹമ്മദ് റിയാസിലേക്ക് അന്വേഷണം എത്തിച്ച് അന്വേഷണം നടത്തുക എന്നാണ് ആ ഒരു നീക്കമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഒരു വസ്തുതയും ഇല്ലാത്ത കാര്യത്തിൽ അന്വേഷണം നടത്തി വസ്തുതയുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുവെന്നും MV ഗോവിന്ദൻ വിമർശിച്ചു. രാഷ്ട്രീയമായി വരുമ്പോൾ രാഷ്ട്രീയമായി തന്നെ വിഷയത്തെ നേരിടുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. എന്തായാലും രാഷ്ട്രീയമായി നേരിടും എന്ന് അദ്ദേഹം പറയുമ്പോൾ മറ്റെന്തിൻ്റെങ്കിലും ആഹ്വാനമാണോ എന്നതടക്കമുള്ള ചോദ്യം നിലവിൽ ഉയരുന്നുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അതായത് കേസ് എന്ന രീതിക്കാണെങ്കിൽ ഞങ്ങൾ ഇടപെടില്ല, പക്ഷേ രാഷ്ട്രീയ വൈരാഗ്യം തീർക്കുകയാണ് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു വേട്ടയാടലാണ് നടക്കുന്നതെങ്കിൽ തീർത്തും പാർട്ടി ഇടപെടും എന്ന രീതിയിലുള്ള പ്രതികരണമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും MV ഗോവിന്ദൻ അദ്ദേഹം അത് തന്നെയാണ് പറയുന്നത്. രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് നീക്കമെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എന്തൊക്കെയാണ് നീക്കം, എങ്ങനെയാണ് നേരിടുക എന്നത് വരും ദിവസങ്ങൾ മാത്രം കാത്തിരുന്ന് കാണാവുന്ന കാര്യമാണ്. അതേസമയം മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് കോഴിക്കോട്ടെ പാർട്ടി നേതാക്കളുടെയും മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും സുഹൃത്തുക്കളുടെയും വീടുകളിലാണ് ED റെയ്ഡ് നടത്തിയത്. അവിടെ പരിശോധന നടത്തിയത് കൊണ്ട് ഒന്നും കണ്ടെത്താനില്ലെന്ന് എല്ലാവർക്കും അറിയാമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. യാതൊരുവിധ അടിസ്ഥാനവും ഇല്ലാത്ത പരിശോധനകളാണ് നടക്കുന്നത്. പ്രതിപക്ഷത്തെ ഭീതിജനകമായ അന്തരീക്ഷത്തിലാക്കുക എന്നതാണ് ഇത്തരം നടപടികളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. പാർട്ടി നേതാക്കളെ ജനങ്ങൾക്ക് മുന്നിൽ സംശയനിഴലിൽ നിർത്താനുള്ള ബോധപൂർവമായ നീക്കമാണ് EDയുടേത്. റെയ്ഡ് രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ളതാണ്. ഇത്തരം വേട്ടയാടലുകൾ രാഷ്ട്രീയമായി നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. CMRL എക്സാലോജിക് ഇടപാടിലെ സാമ്പത്തിക സ്രോതസ്സുകൾ തേടിയാണ് ED കോഴിക്കോട് ജില്ലയിലെ 8 കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തിയത്. മുഹമ്മദ് റിയാസുമായി അടുത്ത ബന്ധം പുലർത്തുന്ന CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P നിഖിൽ, വ്യവസായി ഷൈജൽ, DYFI നേതാവ് നന്ദുലാൽ, വ്യവസായി വാരിഷ് കളത്തിങ്കൽ തുടങ്ങിയവരുടെ വീടുകളിലും സ്ഥാപനങ്ങളുമാണ് പരിശോധന നടന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ കമ്പനിയായ എക്സാലോജിക്കിലേക്ക് CMRൽ നിന്നും എത്തിയ 2.78 കോടി രൂപയുടെ മണി ട്രയൽ, അതായത് പണം പോയ വഴികൾ കണ്ടെത്താനാണ് EDയുടെ ശ്രമം. വീണയുടെ വീട്ടിൽ നിന്ന് നേരത്തെ പിടിച്ചെടുത്ത ഡയറിയിലെ 1 മുതൽ 9 വരെയുള്ള പേജുകളിലെ വിവരങ്ങളുടെയും അതിൽ പരാമർശിച്ചിട്ടുള്ള പേരുകളുടെയും അടിസ്ഥാനത്തിലാണ് റെയ്ഡ് നടപടിയെന്നാണ് ED ഉദ്യോഗസ്ഥർ പറയുന്നത്. CMRൽ എക്സാലോജിക് മാസപ്പടി കേസിൽ എന്തായാലും നാടകീയമായ വഴിത്തിരിവാണ് സംഭവിച്ചിരിക്കുന്നത്. ED നടപടികളുടെ ഭാഗമായി ഇത്തരത്തിലൊരു റെയ്ഡ് നടക്കുമ്പോൾ അത് വീണ്ടും രാഷ്ട്രീയ പ്രസക്തി നേടുന്നുണ്ട്. മാത്രമല്ല പ്രതിപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു ഇടിവെട്ടേക്കുന്ന രീതിയിലുള്ള നീക്കമാണ് EDയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ P നിഖിലിന്റെ ഫ്ളാറ്റിലും KCK ഡെന്റൽ ഉടമയ റിയാസിന്റെ സഹപാഠിയുമായ ഷൈജലിന്റെ അപ്പാർട്ട്മെന്റിലുമാണ്
തിരച്ചിലടക്കം കഴിഞ്ഞ ദിവസം നടത്തിയത്. ഇവരുടെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട രേഖകൾ, ബാങ്ക് വിവരങ്ങൾ തുടങ്ങിയവയാണ് പ്രധാനമായും പരിശോധിച്ചതെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വീണയുടെ മാത്രം സാമ്പത്തിക ഇടപാടുകൾ ശ്രദ്ധയൂന്നുകയായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. നമ്മൾ കണ്ടതാണ്, അതായത് ആയുർവേദ കോളേജിനടുത്തുള്ള ബാങ്കിലൊക്കെ പരിശോധന നടത്തുന്നു, അത്തരത്തിൽ ചോദ്യം ചെയ്യുന്നു. ഇപ്പോൾ ഇത് മുഹമ്മദ് റിയാസിലേക്കും എത്തിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. വീണയുടെ അക്കൗണ്ടിൽ നിന്നും കള്ളപ്പണത്തിന്റെ ഭയാനക സംഖ്യകളൊന്നും കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് മുൻ മന്ത്രി റിയാസിന്റെ വിശ്വസ്തര സ്ഥാപനങ്ങളിലേക്ക് പരിശോധന വ്യാപിപ്പിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിനുള്ള നിർദ്ദേശം ഡൽഹിയിൽ നിന്നും കേരളത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് കിട്ടിയെന്നാണ് സൂചന. രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് റിയാസിന്റെ കൂട്ടുകാരുടെ സ്ഥാപനങ്ങൾ റെയ്ഡ് നടത്തിയത്. ഇതിൽ ബിസിനസ്സുകാരെ തേടിപ്പിടിച്ചാണ് ED പരിശോധന. കാരണം കർത്തയിൽ നിന്നും വീണയ്ക്ക് കിട്ടിയ പണം റിയാസിന്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിൽ എത്തിയോ എന്നാണ് അന്വേഷണ ഏജൻസികൾ സംശയിക്കുന്നത്. അതേസമയം വീണയുടെ മൊഴികളിൽ നിന്നാണ് റിയാസിന്റെ ഉറ്റ ചങ്ങാതിമാരെ കണ്ടെത്തിയത് എന്നതടക്കമുള്ള വിവരങ്ങളടക്കം പുറത്തു വരുന്നുണ്ട്. നഗരത്തിലെ മറ്റ് സ്ഥാപനങ്ങളും വീടുകളിലും റെയ്ഡ് നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് 4 മണിയോടെയാണ് റെയ്ഡ് അവസാനിച്ചത്. റെയ്ഡ് നടത്തിയ സ്ഥാപനങ്ങളുടെ ഉടമകളുമായി മാസപ്പടി കേസിലെ 6ാം പ്രതിയായ ടി വീണയ്ക്ക് സാമ്പത്തിക ഇടപാടുകളുണ്ടോ, പണം വകമാറ്റാൻ ഈ കമ്പനികൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നിവയാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. അതേസമയം ഈ തിരച്ചിലിൽ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടുണ്ടോ എന്നതും രേഖകൾ പിടിച്ചെടുത്തോ എന്ന കാര്യത്തിലൊന്നും ED ഒരു വ്യക്തത നൽകിയിട്ടില്ല. അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. അതേസമയം റെയ്ഡ് നടന്ന സ്ഥലങ്ങളിൽ ഭൂരിഭാഗവും മുൻമന്ത്രി PA മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തുക്കളുടേതാണെന്നത് ഇതിനകം ചർച്ചകൾക്കിടയാക്കിയിട്ടുണ്ട്. ഇതിൽ നിന്നും അദ്ദേഹം ഒരു കുരുക്കിലേക്ക് നീങ്ങുകയാണോ എന്നതടക്കമുള്ള ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. എക്സാലോജിക് ഇടപാടുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനയിൽ ടി വീണയുടെ ഡയറിയിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം ഉണ്ടായത്. അതേസമയം CPM നേതാക്കളുടെ പിന്തുണയോടെ നഗരത്തിൽ പ്രവർത്തിക്കുന്ന പരസ്യ ഏജൻസിയുടെ കീഴിലാണ് കോഴിക്കോട് നഗരത്തിലെ പ്രധാന പരസ്യ ബോർഡുകളെല്ലാം ഉള്ളത്. ഇടതുഭരണത്തിലായ കോഴിക്കോട് കോർപ്പറേഷനിൽ ചില പ്രധാന പരസ്യ കരാറുകളും ഈ പ്രത്യേക ഒരു കമ്പനിക്ക് കിട്ടിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ പരസ്യ ഏജൻസിയുടെ ചില ഇടപാടുകളും പണം എത്തുന്ന വഴികളുമാണ് ED സംഘം പരിശോധിക്കുന്നതെന്നാണ് സൂചന. പാർട്ടി പ്രവർത്തകനല്ലാത്ത ഷൈജൽ പാർട്ടി അനുഭാവിയാണെന്നാണ് വിവരം. സരോവരത്ത് പ്രവർത്തിക്കുന്ന KCK ദന്തൽ എന്ന സ്ഥാപനത്തിലും അന്വേഷണത്തിന്റെ ഭാഗമായി ED സംഘം എത്തിയിരുന്നു. ഇദ്ദേഹം റിയാസിന്റെ ചങ്ങാതിയാണ്. CPMന് ഇവിടെ കള്ളപ്പണ നിക്ഷേപമുണ്ടോ എന്ന കാര്യവും EDയുടെ അന്വേഷണ പരിധിയിൽ വരും. DYFI ഈസ്റ്റ് ഹിൽ മേഖലാ സെക്രട്ടറിയും ബേപ്പൂർ ഫെസ്റ്റ് കോർഡിനേറ്ററും DTPCയിലെ ഡെസ്റ്റിനേഷൻ കോർഡിനേറ്ററുമായ M നന്ദുലാലിന്റെ വെസ്റ്റ് ഹിൽ കുണ്ടുപറമ്പിലെ വീട്ടിൽ രാവിലെ 6 മണിയോടെയാണ് ED അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ 4 സംഘം എത്തിയത്. കോഴിക്കോട് പന്തീരങ്കാവിൽ ഹസൻ വാരിഷ് കളത്തിങ്കൽ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള ക്യാപിറ്റൽ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സിൽ രാവിലെ 8:30 തുടങ്ങിയ റെയ്ഡ് ഉച്ചയ്ക്ക് 2 മണിയോടെ അവസാനിച്ചു. രേഖകൾ പരിശോധിച്ച് സാമ്പത്തിക ഇടപാടുകൾ വിലയിരുത്തി മടങ്ങുകയായിരുന്നു എന്നാണ് വിവരം. കേസിൽ 6ാം പ്രതിയായ വീണയ്ക്ക് നിക്ഷേപമുള്ള കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലേക്കർ ഇന്ത്യ കോർപ്പ് എന്ന കമ്പനിയിലും ED ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വീണയുടെ പേരുള്ള 16 ലക്ഷം രൂപയുടെ നിക്ഷേപങ്ങൾ നേരത്തെ ED മരവിപ്പിച്ചിരുന്നു. മെയ് 27-ന് വീണയുടെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കിട്ടിയ ചില രേഖകൾ പ്രകാരം വീണയുടെ അക്കൗണ്ടിൽ 1 ലക്ഷത്തോളം രൂപ, എക്സാലോജിക്കിന്റെ അക്കൗണ്ടിൽ 27,000-ലധികം രൂപയും ലേക്കർ ഇന്ത്യ കോർപ്സിന്റെ അക്കൗണ്ടിൽ 1 കോടി രൂപയും ഉണ്ടായിരുന്നതായി ED കണ്ടെത്തിയിരുന്നു. ഇതുകൂടാതെ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ടവരുടെ വീടുകളിലും സ്ഥാപനങ്ങളും ED സംഘം എത്തിയതായും സൂചനയുണ്ട്. മാസപ്പടി കേസിൽ പ്രതികളാക്കപ്പെട്ടവരുടെ സുഹൃത്തുക്കൾ അറ്റാച്ച് ചെയ്യുന്നതിന് മുന്നോടിയായാണ് അവസാനഘട്ട പരിശോധനയുടെ ഭാഗമായി കോഴിക്കോട് ഉൾപ്പെടെ വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്നതെന്നാണ് സൂചന. ആദ്യഘട്ടത്തിൽ ECIR, അതായത് എൻഫോഴ്സ്മെന്റ് കേസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് രജിസ്റ്റർ ചെയ്യുന്നതിന് മുൻപ് വിവിധയിടങ്ങളിൽ ED പരിശോധന നടത്തിയിരുന്നു. 2ാം ഘട്ടത്തിലാണ് അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന് കോടതി നൽകിയ അനുമതി പ്രകാരം ടി വീണയുടെ തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള വീട്ടിൽ പരിശോധന നടത്തിയത്. നമുക്കറിയാവുന്നതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ താമസിക്കുന്ന ഈ വീട്ടിൽ റെയ്ഡ് നടത്തിയത് രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് കാട്ടി CPM പ്രവർത്തകർ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതും വാർത്തയായതാണ്. ഇതിന് പിന്നാലെ ടി വീണയെ 2 തവണ ED ഉദ്യോഗസ്ഥർ കൊച്ചിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. കേസിൽ SFIO കുറ്റപത്രത്തിന്റെ അനുബന്ധ രേഖകളുടെ പരിശോധനയും ED ആരംഭിച്ചിരുന്നു. SFIO റിപ്പോർട്ടിന്റെ 134 അനുബന്ധ രേഖകളാണ് EDക്ക് കിട്ടിയത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പ്രതിപക്ഷം അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിൽക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.